നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ആദ്യ രഹസ്യ നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന്റെ ഫോട്ടോ എടുത്ത ഇഡി കണ്ണൂരെ വീണയുടെ സ്ഥലത്തും പരിശോധന നടത്തിയിട്ടുണ്ട്. വീണയുടെ സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇഡി മുന്നോട്ട് പോവുകയാണെന്നാണ് സൂചന. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ സ്വത്തുകൾ കണ്ടുകെട്ടുക ഇഡിയുടെ പതിവ് രീതിയാണ്. ഇതൊരു കള്ളപ്പണ കേസായിട്ടാണ് ഇഡി കൈകാര്യം ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറെ കൂടി ഒപ്പം കൊണ്ടുപോയാണ് ഇഡി പരിശോധന നടത്തിയത്. ഇതെല്ലാം സ്വത്ത് കണ്ടുകെട്ടലിന് മുന്നോടിയാകാനുള്ള സാധ്യതകളുണ്ട്. വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ 80 സെന്റ് ഭൂമിയും വീടിന് സമീപത്തുള്ള സ്ഥലവും ആണ് പരിശോധിച്ചത്. വില്ലേജ് ഓഫീസർ കാണിച്ചു കൊടുത്ത ഈ സ്ഥലത്തിന്റെ ഫോട്ടോകൾ പകർത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. ഭൂമിയുടെ നികുതി രേഖകൾ ഇഡി ഉദ്യോഗസ്ഥർ ഒപ്പം കൊണ്ടുപോയിട്ടുമുണ്ട്. CMRL എക്സാലോജിക്കിലെ കള്ളപ്പണ ഇടപാടാണ് ഇഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. CMRLുമായി ബന്ധപ്പെട്ട് 200ഓളം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇഡി അന്വേഷിക്കുന്നതും. ഒരു സേവനവും കൈമാറാതെയാണ് CMRL കമ്പനിയിൽ നിന്ന് വീണ 3 കോടിയോളം കൈപ്പറ്റിയതെന്നാണ് SFIO കണ്ടെത്തിയത്. ഈ തുക എന്തു ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. 2 തവണയാണ് വീണയെ ഇഡി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇഡി ചോദ്യം ചെയ്തത്. 2ാം തവണ വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് SFIOയിൽ നിന്ന് രേഖകൾ ഇഡി കൈപ്പറ്റുകയും ചെയ്തിരുന്നു. വീണയുടെ മൊഴികളിൽ പ്രത്യക്ഷത്തിൽ തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ വീണയുടെ ബാങ്ക് ലോക്കറും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവകരമായ നീക്കങ്ങളാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും. സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനൊപ്പം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനും ഇഡി ഒരുങ്ങുകയാണ്. വീണ മുഖ്യപ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചാൽ അത് CPMന് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയായി മാറും. മുഖ്യമന്ത്രി എന്ന നിലയിൽ വഴിവിട്ട സഹായം കരിമണൽ കമ്പനിക്ക് നൽകിയതിനാലാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതെന്നും അന്വേഷണം പിണറായി വിജയനിലേക്കും നീട്ടണമെന്നാണ് കേസിൽ കോടതിയെ സമീപിച്ച BJP നേതാവ് ഷോൺ ജോർജിന്റെ ആവശ്യം. ഇഡിക്ക് മുന്നിലും ഇതേ ആവശ്യം ഷോൺ ഉന്നയിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് CPM തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. വിഭാഗീയത പാർട്ടിയിൽ ശക്തവുമാണ്. നേതാക്കൾ തമ്മിൽ പോർമുഖം തുറക്കുന്ന അവസ്ഥയും CPMലുണ്ട്. ഈ ഘട്ടത്തിൽ വീണയെ മുഖ്യപ്രതിയാക്കി കുറ്റപത്രം വന്നാൽ CPMന് അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറും. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇഡി സംഘത്തിനു നേരെ CPM നടന്ന ആക്രമണത്തെ തുടർന്ന് ജയിലിലായ സഖാക്കളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. ഇവർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയുമാണ്. എന്തായാലും ഇഡിയുടെ തുടർ നീക്കങ്ങളിൽ CPMൽ ആശങ്ക ശക്തമാണ്.